ബി.ജെ.പി കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ പ്രത്യേക അന്വേഷണ സംഘം തിരുമല അനിലിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തി. മൊഴിയെടുപ്പിൽ കൂടുതൽ കാര്യങ്ങൾ കുടുംബം തുറന്നു പറയുന്നില്ലെന്ന് അന്വേഷണ സംഘം പറയുന്നു. അനിൽ ആരെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനും കൃത്യമായ മറുപടിയില്ലെന്നും ACP സ്റ്റുവർട്ട് കീലർ പറഞ്ഞു. ആത്മഹത്യയെക്കുറിച്ച് പറയുന്ന പോലെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? പോലീസിന്റെ ആരോപണം ഉണ്ടായിരുന്നു. സാർ ഇനിയും മൊഴി എടുക്കും കുടുംബത്തിലെ ആവശ്യമുള്ള വർഷം വീണ്ടും എടുക്കും. ആവശ്യമുള്ള വർഷം മാനസ തിരുവനന്തപുരത്ത് വാർത്തയുടെ വിവരങ്ങൾ വായിച്ചിരിക്കുകയാണ്. മാനസ, അതായത് കുടുംബമൊന്നും വിട്ടു പറയുന്നില്ല, അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വീണ്ടും മൊഴിയെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണോ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത്? അത് തന്നെയാണ് മനു. അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ മൊഴി രേഖപ്പെടുത്താനായാണ് തിരുമല അനിലിന്റെ വീട്ടിലേക്ക് എത്തിയത്. വീട്ടിൽ ഭാര്യയോടും അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളോടും മൊഴി രേഖപ്പെടുത്താനായി എത്തിയപ്പോൾ കുടുംബം ഒന്നും തന്നെ വിട്ടു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘം നേതൃത്വം നൽകുന്ന സ്റ്റുവർട്ട് കീലർ അറിയിച്ചത്. കണ്ടോൺമെന്റ് ACP ആണ്. ACPയുടെ അന്വേഷണ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. അദ്ദേഹമാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഒന്നും വിട്ടു പറയുന്നില്ല, അതുകൊണ്ട് തന്നെ പലരെയും കണ്ടിട്ടുണ്ടെന്നുള്ള പ്രതികരണം മാത്രമാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും മൊഴിയെടുക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ് മുന്നിൽ കാണുന്നത്. കാരണം കുടുംബത്തിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇനി ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ നിലവിൽ കഴിയുകയുള്ളൂ. മാത്രമല്ല ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ള രേഖകളൊക്കെയും തന്നെ പരിശോധിക്കുന്നുണ്ടെങ്കിൽ കൂടിയും കുടുംബത്തെ കുറിച്ച്, അതായത് കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം, അതിൽ നിന്ന് വേണം ബാക്കിയുള്ളവരുടെ ബാക്കി ആരുടെയൊക്കെയും തന്നെ മൊഴി രേഖപ്പെടുത്തണം. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയുണ്ട് മാനസ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടൊരു ആക്ഷേപം ഉണ്ടായിരുന്നു, ഈ കുടുംബത്തിന്റെ ചുറ്റും എപ്പോഴും BJP RSS നേതാക്കളുടെ ഒരു സംരക്ഷണ വലയമുണ്ട്. അവർ ആരോടും ഒന്നും സംസാരിക്കാൻ പോലും അനുവദിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മാധ്യമം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കൾ വരുമ്പോൾ പോലും ഈ പറയുന്ന ആളുകളൊക്കെ ഇവരുടെ ചുറ്റുവട്ടത്തുണ്ടായിരുന്നു. ഒരു റെസ്ട്രിക്ഷൻസ്, ഒരു ഇരുമ്പ് വേലി ഇവർക്ക് ചുറ്റും ഉണ്ടാകുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. ഒരുപക്ഷെ അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളായിരിക്കുമോ കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയുന്നതിൽ നിന്ന് അവരെ പിൻവലിക്കുന്നത്? അത്തരത്തിലുള്ള ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മനു. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ ഈ മരണ ദിവസം ഭാര്യയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു വികാരപരമായ ഒരു പരാമർശം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് എല്ലാവരും കൊലയ്ക്ക് കൊടുത്തില്ലേ എന്നത്. അപ്പോൾ മുതൽ തന്നെ BJP നേതൃത്വത്തിലുള്ള എല്ലാ നേതാക്കളും കുടുംബവുമായി ഇടപഴകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അവർക്ക് നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതായത് ഈ മരണവുമായി ബന്ധപ്പെട്ട BJP നേതാക്കളുടെ പേര് വരുന്ന വിധത്തിൽ അല്ലെങ്കിൽ BJPയെ വെച്ചിലാക്കുന്ന വിധത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെ നടത്താൻ പാടില്ല എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ടാകും എന്ന കാര്യം തന്നെയാണ് നിലവിൽ ലഭിക്കുന്നത്. കാരണം ഒന്നും തന്നെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് പോലീസിന് ലഭ്യമാകുന്നില്ല. അതിന് പിന്നിൽ ആളുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു മൊഴിയെടുക്കലിൽ കുടുംബം സഹകരിക്കാത്ത ഈ ഒരു അവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാര്യയുടെ മൊഴി നിർണായകമായേക്കും എന്ന വിവരവും നേതൃത്വത്തിന് നല്ലപോലെ അറിയാവുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് നേതൃത്വത്തിന് ആദ്യം ചെയ്യാൻ കഴിയുന്നത് കുടുംബത്തെ പറഞ്ഞു വിലക്കുക, അല്ലെങ്കിൽ അവർക്ക് ചുറ്റും ഇത്തരത്തിൽ നേതാക്കളുടെ ഒരു വലയം തീർക്കുക, നിരന്തരം അവരെ സമ്മർദ്ദത്തിലാഴ്ത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് നേതൃത്വത്തിന് നിലവിൽ പ്രാഥമികമായി ചെയ്യാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെയാണ് നമ്മൾ നേരത്തെ ആദ്യഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ലിസ്റ്റുകൾ പുറത്തുവിട്ടാൽ ഒരുപക്ഷെ ഭൂരിഭാഗവും അത് BJP നേതാക്കളുടെ പേരാകും. അത് പേടിച്ച് അല്ലെങ്കിൽ അത് ഭയന്ന് അതിനും സൊസൈറ്റിയോ അല്ലെങ്കിൽ ഈ നേതാക്കളോ മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. പിന്നാലെയാണ് കുടുംബത്തിന്മേൽ ഇത്തരത്തിൽ ഒരു സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടുള്ള ഒരു നീക്കവും ഉണ്ടായിട്ടുണ്ടാവുക എന്ന നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. കാരണം അന്വേഷണ സംഘത്തിന് മുന്നിൽ നിർണായക വിവരങ്ങൾ ലഭിക്കുന്ന ഒരു ആളായിരുന്നു ഭാര്യ എന്ന് പറയുന്നത്. ഭാര്യയ്ക്ക് കാര്യമായ രീതിയിൽ ഒന്നും തന്നെ വിട്ടുപറയാൻ കഴിയാത്ത. ശരി, കാര്യമായിട്ടൊന്നും തന്നെ വിട്ടു പറയുന്നില്ല. ഒരു പക്ഷേ വീണ്ടും മൊഴി രേഖപ്പെടുത്തേണ്ടി വരുമെന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ ACP സ്റ്റുവർട്ട് കീലർ നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത്. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം കൊണ്ടാണ് അവർ കാര്യമായി ഒന്നും സംസാരിക്കാതിരിക്കുന്നത് എന്ന പ്രധാനപ്പെട്ട സംശയവും നിലവിലുണ്ട്. കാരണം ആ രീതിയിലൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നതാണ് നേരത്തെ നമ്മുടെ മുൻപിൽ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു സംശയവും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. വിവരങ്ങളാണ് മാനസ തിരുവനന്തപുരത്ത് നൽകിയത്.